അമ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ചക്ക ഹൽവയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-25 ചുള കാണും. അത് ഇനി ചക്ക മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് നമുക്ക് പാനിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് വെളിച്ചെണ്ണ അല്പം ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും നമുക്ക് ചേർക്കാം. നെയ്യ് തന്നെയാണേലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ തന്നെയാണേലും കുഴപ്പമില്ല. കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കണം. 200 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പൊടിച്ച ശർക്കരയാണ്. അതിനകത്ത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല വൃത്തിയായ ശർക്കരയാണ്. ഉരുക്കിയ ശർക്കരയാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഇളക്കി ആ വെള്ളം പറ്റിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാത്രത്തിൽ കിടന്ന് ഓടുന്ന പരുവത്തിനായിരിക്കണം മാവ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ബാറ്റർ നന്നായി വരുന്നുണ്ട്. അത് പാത്രത്തിൽ കിടന്ന് ശരിക്കും ഓടും. എങ്ങും പറ്റാത്തുമില്ല, പാത്രത്തിലൊന്നും പറ്റാത്ത രീതി ആയിരിക്കും. ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുപരിപ്പ് ഇട്ട് കൊടുക്കാം. കശുവണ്ടിയോ തേങ്ങ വറുത്തതോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടത് പരത്തി പാത്രത്തിൽ ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് തണുത്ത ശേഷം എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. ഇനി നമുക്ക് പാത്രത്തിലേക്കൊന്ന് കമത്തി എടുക്കാം. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ.